സോ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബദ്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ട്രെയിലർ കാണാനാണ്. ഈ ട്രെയിലർ ഞാൻ കണ്ടു, പുള്ളി കണ്ടില്ല. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഒരു തോട്ട്സ് മാത്രം സംസാരിക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു. നമുക്ക് എന്താണ് ട്രെയിലർ കാണാൻ തോന്നിയത്, പക്ഷേ പുള്ളി കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ട്രെയിലർ ഒന്ന് റിയാക്ട് ചെയ്തിട്ട് ശേഷം നമുക്ക് സംസാരിക്കാം അല്ലേ. അപ്പോൾ ബദ്ലഹേം കുടുംബ യൂണിറ്റ് അപ്പനയിൽ കുറെ കാസറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു. കാല് വെച്ച് ഒരു 2005 കാലഘട്ടത്തിലൊക്കെ. മമ്മി, ഞങ്ങൾ മമിത ഫാൻസ്. ഞാനതൊക്കെ MP3 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അജ്മൽ സാബാണ് ക്യാമറ കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ ഞങ്ങളെപ്പോലുള്ളവർ അപ്ലോഡ് ചെയ്ത പാട്ടുകളാണ് പിന്നീട് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയത്. ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു? MP3 കിങ്. ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ. കിങ് ഓറഞ്ച് ഗ്രേപ്സ് ഞാൻ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ സിനിമ ബാക്ക്ഗ്രൗണ്ടാ പരിപാടിയൊക്കെ നിർത്തി ഷോർട്ട് ഫിലിം എടുക്കുന്ന ഇത് സിഗ്മയല്ല, ചുക്മയാണ്. ഒരു ഉത്തരവാദിത്തമില്ല, ചുകിച്ച് ജീവിക്കുക. നിനക്ക് കുറച്ച് ഫാൻസ് ഒക്കെ രൂപപ്പെട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്. കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ? കണ്ട ചാർജ് ചെയ്യണ്ട. എപ്പോഴൊരു മെലങ്കോളിക് പാവാട അവക്ക്. തുളപ്പായിരിക്കും, അല്ലാത്ത സമയത്തൊക്കെ കളിച്ചിരിച്ച് കിടക്കാനുള്ള കൊച്ചി. ഹായ്. ആ പെൺകൊച്ച് എപ്പ നോക്കിയാലും നിന്നെ തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആള് കുറവുണ്ടോടി? ഇല്ലല്ലോ. ആഷ്ലിനൊന്നും കണ്ടില്ല. കൺഗ്രാറ്റ്സ്. വെടിവെച്ച പൊട്ടാത്ത കാര്യം പറയാ നീ കുലിക്ക്. നമ്മളല്ലാതെ വേറെ ആരും കാര്യം അറിയാൻ പാടില്ല. അങ്കമാലി പരിസരങ്ങളിൽ നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. അതിന് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് അല്ലല്ലോ, പരിചയക്കാരല്ലേ. പരിചയം പോലും വേണ്ടാന്നാണ് ഉദ്ദേശിച്ചത്. അതിന് നീ എന്നെ ഇങ്ങനെ ഗോസ്റ്റ് ചെയ്യുന്നു വിചാരിച്ചു, പക്ഷെ അതിന് ഓർബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓർബിറ്റോ? ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാഷ. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. ഓ എല്ലാവരും ചേട്ടന് താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ മറന്നോളാം. തമാശക്ക് പറഞ്ഞാണേ. അതായത് പീക്ക് നിവിൻ പോളിസമാണ് നമുക്കറിയാലോ. സമ്മറിൻ ബദ്ലഹേമില് മഞ്ജു മഞ്ജുവാരി വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. പടത്തിന്റെ മൂഡ് ഈ ഇതിനു മുമ്പ് പുള്ളിയുടെ പടങ്ങളുടെ മൂഡ് അത്ര ലൈറ്റ് ഹാർട്ടഡ് ആയിരിക്കും. പുള്ളിക്കാരത്തെ ഒരു മൂഡ് കാണിക്കത്തില്ലേ, എല്ലാ എപ്പോഴും ഒരു മെലങ്കോളി ആ ഒരു സാധനം ചിലപ്പോൾ കുറച്ച്. അതെ അതെ. എന്താണ് ഇതിന്റെ മൂഡ്? ഇപ്പൊ നമ്മൾ ഭയങ്കര ഫൺ പടത്തിനപ്പുറത്തേക്ക് ഈ ലൈറ്റ് ഫൺ ആയിരിക്കും പടത്തിന്റെ. നിവിൻ പോളി അതുകൊണ്ട് ഇഷ്ടപ്പെടും. കാരണം എല്ലാ പുള്ളി ഇടയ്ക്കൊന്നും വല്ലോ പരിപാടിയും. അതായത് ഇപ്പൊ ഈ ട്രെയിലറിനകത്ത് തന്നെ പുള്ളിയുടെ പ്ലേസ്മെന്റ് ഭയങ്കര രസമുണ്ടല്ലോ. അതെ, ഒരു നമുക്കറിയാം ഇത് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നമ്മൾ ഭയങ്കര സിമ്പിൾ, ഈ ബഹളങ്ങളൊന്നും ഇല്ല, അടിയിടി ബഹളങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായി പോയിരുന്ന് കണ്ട് ആസ്വദിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പടമായിരിക്കും ഇത്. അറിയാമല്ലോ, നിവിൻ പോളിയുടെ പടത്തിനൊരു ഒരു ആവറേജ് റിവ്യൂ വന്നാൽ തന്നെ ചുമ്മാ കയറി ഹിറ്റടിക്കും. എനിക്ക് വന്നിട്ടില്ല ഈ മറ്റേ നമ്മൾ ഒരു കാലത്ത് സത്യനന്ദിക്കാട് സിനിമകൾ പറയത്തില്ല, അതായത് നമുക്കതിൻ്റെ ഫോർമാറ്റും മൂഡും അറിയാം. പക്ഷേ നമ്മൾ ആ ഒരു കംഫർട്ടബിൾ മൂവി എന്ന് പറയുന്ന പോലെ ഇപ്പം മോഡേൺ ഓഡിയൻസിന്റെ സത്യനന്ദിക്കാട് പോലെയാണ് മോഡേൺ സത്യനന്ദിക്കാട്. അല്ല, തമാശ പറഞ്ഞല്ല. ബേസിക്കലി ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ ഗിരീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും പ്രേമല കണ്ടിട്ട് സത്യനന്ദിക്കാട് വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ പലരും പറയും നിങ്ങൾ ഈ ടോൺ ചേഞ്ച് ചെയ്യണം, ഇത് മാറ്റി വേറൊരു ഇത് പടം ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും അതാരും പറയുന്നത് കേൾക്കണ്ട, താൻ ഇത് തന്നെ ചെയ്താൽ മതി, എനിക്കിതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പുള്ളി പറയുന്നത്. കറക്റ്റ് സംഭവമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് കറക്റ്റ് ആ സത്യനന്ദിക്കാട് പോയി നമ്മുടെ നാട്ടുംപുറം പ്ലസ് അല്ലേ, നമുക്കൊരു എവിടെയൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന പുള്ളി പറയുന്നുണ്ട്. ഇത് അവരുടെ നാട്ടിൽ നടക്കുന്ന ഈ മറ്റേ ക്രിസ്ത്യൻ കുടുംബ യൂണിറ്റുകളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അതെ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതാണ് സമ്മറിൻ ബദ്ലഹേമിന്റെ കണക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. സമ്മറിൻ ബദ്ലഹേം നമ്മൾ ഉദ്ദേശിച്ച കേട്ടോ, വെറുതെ ഒന്നുമില്ല. ജസ്റ്റ് ആ സിനിമയിൽ മഞ്ജു വാര്യർ വരുന്ന പോലെ ഇതിൽ മമിത വരുന്നത് കുറച്ച്
ബാക്ക് സ്റ്റോറിയോ ആക്ച്വലി അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര വലിയ അതിനെപ്പോലെ അത്ര ഇമോഷൻ ഒന്നും ആയിരിക്കുന്നില്ല. മറ്റേ മമിതയുടെ മറ്റേ മമിതായിസംസ് കാണിക്കാൻ അവസരം കുറവായിരിക്കും എന്നൊരു റോള്. അതെ, മമിതയുടെ ക്യൂട്ട്നെസ് കുറച്ചുകൂടെ എന്തോ ഒരു കാര്യം പറയാനുള്ള ഒരു ക്യാരക്ടർ പോലെ ആയിരിക്കും എല്ലാം. പിന്നെന്തോ ലാസ്റ്റ് നമ്മള് കണ്ട പരിചയം ആ ഒരു, അതായത് ഇവരുടെ പ്രേമം, അതായത് പുള്ളിക്ക് ഏജ് കൂടുതലല്ലേ, അപ്പൊ പുള്ളി പുറത്ത് കാണിക്കേണ്ട, നാട്ടുകാർ കാണണ്ട എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഒരാള്. പുള്ളി കുറച്ച് ബലം പിടിച്ച് മറ്റേ പറയുന്നില്ല, ഞാൻ സിഗ്മയാണെന്ന് പറയുന്നത് സിഗ്മയല്ല, നിങ്ങൾ ചുക്മയാന്ന് പറയുന്നുണ്ട്. ഓ അത് സത്യനന്ദിക്കാട് ഹൃദയപൂർവ്വം ചെയ്ത പോലെ എനിക്ക് പറയാറുണ്ട് ഒരു കഥ. അതെ. സോ അപ്പോൾ ഡെഫിനറ്റ്ലി പടം FTFS കാണുന്നതായിരിക്കും. 21-ാം തീയതി നമ്മൾ ഖലീഫ 20-ാം തീയതി കാണുന്നു, 21-ാം തീയതി ബദലയും കുടുംബ യൂണിറ്റ് കാണുന്നു. ഖലീഫയുടെ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ആ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ അപ്പം ബദലയും കുടുംബ യൂണിറ്റിനെ പറ്റി നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഈ ഓണം വിന്നർ ആവാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ള സിനിമയായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത്. കാര്യം ഫാമിലീസ് ഡെഫിനറ്റ്ലി ഓപ്റ്റ് ചെയ്യുന്ന പടമായിരിക്കും ഇത്. ഓവർ ചിരി പ്രതീക്ഷിക്കാതിരുന്നാൽ എനിക്ക് ട്രെയിലർ കണ്ട് അങ്ങനെ തോന്നുന്നു. ഭയങ്കര കോമഡി പടം അങ്ങനെ ലൈനല്ലാതെ ഫണ്ണുണ്ടാവും പടത്തിൽ. പക്ഷേ ഇതിങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫിലിം, അതാണ് അതിൻ്റെ പരിപാടി. അതിനപ്പുറത്തേക്കൊരു ഭയങ്കര ഫൺ പടം, കോമഡി പടം. അതെ അതെ. വിഷ്ണു വിജയ്, പ്രേമലു ടീം വീണ്ടും, അജ്മൽ സാബു വരുന്നു ക്യാമറ, പ്രേമലുവിന് ചെയ്തിരുന്നത്. അപ്പോൾ അതേ ടീമിനെ തന്നെ ഒരു വീണ്ടും കൊണ്ടുവരാണ്. കൊള്ളാം, ഭയങ്കര രസമുണ്ട്. പടം കാണാൻ രണ്ടുണ്ട് കാര്യം. എന്ത്, ഒന്നാമത്തെ കാര്യം ഗിരീഷയുടെ പടം, രണ്ടാമത്തെ കാര്യം മമിതയുണ്ട് എന്നുള്ളത്. നിവിൻ പോളി പുല്ല് അയ്യോ ഇല്ല, നിവിൻ പോളി ഉണ്ട് കേട്ടോ. നിവിൻ പോളി ഇപ്പൊ മൂന്നാമത്തെ കാര്യം. തിരിച്ചുവരവിന്റെ അയ്യരകളി നിവിൻ പോളി. അതെ, ഞാൻ ആക്ച്വലി ആഗ്രഹിക്കുന്നത് മമിതയെ വെച്ചൊരു പടം ചെയ്യണം. ഇത് മമിതയെ ഹീറോയിനായിട്ട്, സെൻട്രൽ ഹീറോയിനായിട്ട് ഒരു പടം. സംഭവം ഇങ്ങോട്ട് ഒരു കഥ കേട്ടാൽ മാത്രം മതി അല്ലേ? ബ്ലോക്ക് ബസ്റ്ററാ, 100 കോടി കൺഫേം.